എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ദാ രാവിലെ കുളിച്ചൊരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. ഇന്ന് എനിക്ക് NSSൻ്റെ ട്രെയിനിങ് ഉള്ള ദിവസമാണ്. സോ ഞാനിന്ന് ട്രെയിനിങ്ങിന് വേണ്ടി എൻ്റെ കോളേജിലേക്കല്ല, SM കോളേജ്, കൊല്ലത്തെ SM കോളേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവാണ് കേട്ടോ. അപ്പം ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നപ്പോൾ തന്നെ എനിക്കൊരു ഓട്ടോ കിട്ടി കേട്ടോ. അപ്പോൾ ഷെയർ ഓട്ടോയാണ്. അപ്പോൾ അതിന് 10 രൂപ കൊടുത്ത് എനിക്ക് കല്ലുവാക്ക ജംഗ്ഷനിൽ ഇറങ്ങാം. അങ്ങനെ ഓട്ടോയിൽ കയറി ഞാനങ്ങ് പാഞ്ഞ് പോവുകയാണ് ഗൈസ്. ഞാനങ്ങനെ ഓട്ടോയിൽ കയറി എനിക്ക് അവിടെ നിന്ന് കല്ലുവാക്കുന്ന ബസ് കിട്ടി. ഞാൻ കോളേജ് ജംഗ്ഷനിൽ ചെന്ന് കട്ട പോസ്റ്റായിരുന്നു കേട്ടോ. സ്നേഹ വരാൻ കുറച്ച് ലേറ്റായി. ഞാനങ്ങനെ കോളേജ് ജംഗ്ഷൻ്റെ ബസ് സ്റ്റോപ്പിൽ കുറേ നേരം ഇരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വായി നോക്കി കുറേ നേരം ഇരുന്നു. പിന്നെ കുറേ നേരം മൊബൈൽ നോക്കി. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കളഞ്ഞു കേട്ടോ. ഒരു അരമണിക്കൂർ താമസിച്ചോളൂ വരാനായിട്ട്. ഞങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ചല്ലേ ട്രെയിനിങ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് കോളേജിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാത്തിരുന്ന നിമിഷമെത്തി, സ്നേഹമെത്തി. അങ്ങനെ ഞങ്ങളങ്ങ് ഒരുമിച്ച് ശ്രീനാരായണ കോളേജ് കൊല്ലം. ഈ കോളേജ് പലർക്കും പല ഓർമ്മകളും നൽകുന്ന കോളേജാണ്. അങ്ങനെ ഞങ്ങൾ കോളേജിലേക്ക് എത്തി. ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ട്, പേപ്പർ എടുക്കാനും കൊടുക്കാനും വാല്യൂഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ പെട്ടു കേട്ടോ വഴി കണ്ടുപിടിക്കാനായിട്ട്. ഞങ്ങൾ വട്ടം തിരിഞ്ഞ് വലഞ്ഞ് ഗൈസ് ഒരു സെമിനാർ ഹാളം തപ്പി ആ മൂലയ്ക്ക് കാണുക. അങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് സെഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സെഷൻ ബ്രഹ്മനായക മഹാദേവൻ സാർ, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാറാണ്. നല്ല കിടിലൻ ക്ലാസ്സാണ്. അപ്പോൾ സാറായിരുന്നു ഫസ്റ്റ് സെഷൻ എടുത്തത്. അപ്പോൾ നമ്മൾ ചെന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പേപ്പറും ഒരു നോട്ട് പാഡും ഒരു ഫയലും ഒക്കെ പേനയും ഫയലും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്കായി, ടീ ബ്രേക്കായിരുന്നു. അപ്പോൾ അതിന് ചായ ഉണ്ടായിരുന്നു, വടയുണ്ടായിരുന്നു. വട ആദ്യമേ കിട്ടി. അങ്ങനെ വടയെല്ലാം നിന്നിട്ട് പിന്നെയാണ് ചായ കിട്ടിയത്. കോളേജ് ക്യാമ്പസ് വർക്കിംഗ് ആയിരുന്നു. വെച്ചാൽ എല്ലാ പിള്ളേർക്കും ക്ലാസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സെമിനാർ ഹാളിൽ നമുക്ക് ട്രെയിനിങ് ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു, പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു. ക്യാമ്പസൊക്കെ നല്ല ഉണർന്ന് ആക്റ്റീവായിട്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ കൂടെ കുറേ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ സെഷൻസ് ആയിട്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് സെഷൻ നമ്മൾ ഇൻ്ററാക്റ്റീവായിട്ട് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെഷൻസൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനും സ്നേഹയും എല്ലാം നമ്മൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഉച്ചയായി. അപ്പം ലഞ്ച് ബ്രേക്കായേ. ലഞ്ച് ബ്രേക്കിന് നമുക്ക് ബിരിയാണി പൊതി ബിരിയാണി ആയിരുന്നു ഇലയിൽ. എന്തൊരു ടേസ്റ്റായിരുന്നു അറിയാവോ. അപ്പം ഒരു ബിരിയാണീനെ അതേ കണ്ടില്ലേ, ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു. അങ്ങനെ പിന്നെ ഞാനും സ്നേഹയും കൂടെ പകുതി കഴിച്ചു. പിന്നെ എനിക്ക് കിട്ടിയത് ഞാൻ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ നമ്മൾ ആഫ്റ്റർനൂൺ സെഷൻസിലും കയറി. എല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് അവിടെയുള്ള ടീ ബ്രേക്കിന് നിന്നില്ല കേട്ടോ. ഞങ്ങളങ്ങ് ഇറങ്ങി. ഞങ്ങൾ 4 മണിക്ക് കഴിഞ്ഞപ്പോഴേ അങ്ങ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതാ ട്രെയിൻ പോകുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ട്രെയിൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ കോളേജിൽ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ട് നേരെ വെജുവേ എന്ന് പറയുന്ന നമ്മുടെ ബേക്കറി അല്ല, അത് ഹോട്ടലാണ്. ഈ ഹോട്ടലെന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്മി ബേക്കറിയുടെ തന്നെ തൊട്ടടുത്താണ്. ലക്ഷ്മി ബേക്കറി കയറി അവിടെ ഭയങ്കര തള്ളായതുകൊണ്ട് ഞങ്ങളിവിടെ കയറി ഒരു വടയും ചായയും കുടിച്ചു കേട്ടോ. സൂപ്പറായിരുന്നു കേട്ടോ. നല്ല മുരുമുരിഞ്ഞ വടയും വെള്ള ചമ്മന്തിയും നല്ല കിടിലൻ ചായയും. അപ്പോൾ അതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് കേട്ടോ. ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി വീട്ടിൽ പോകാനെത്തി ഗൈസ്. തിരിച്ച് ഞാൻ വീട്ടിലെത്താറായപ്പോഴത്തേക്ക് സന്ധ്യ ആവാറായി. പിന്നെ അവിടെ ഒരു കുഞ്ഞു പോലും ഇല്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു നടന്നത്. ബസ് സ്റ്റോപ്പിന് വീട്ടിനടുത്തുള്ള ബസ് കിട്ടിയില്ല. പിന്നെ നടന്ന് വന്നിട്ട് അങ്ങനെ ഞാൻ വീടെത്താറായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ ബൈ ബൈ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.